US മുൻ പ്രസിഡന്റ് ജോ ബൈഡന് ഗ്രേഡ് ഗ്രൂപ്പ് 5 ക്യാൻസർ വിഭാഗത്തിൽപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഏറ്റവും വേഗത്തിൽ പടരുന്നതാണ് ഈ ക്യാൻസർ. മൂത്രസംബന്ധമായ രോഗലക്ഷണങ്ങളോടെ ഫിലാഡൽഫിയയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴായിരുന്നു ക്യാൻസർ ബാധിച്ച വിവരം ബൈഡൻ അറിയുന്നത്. ക്യാൻസർ എല്ലുകളിലേക്കും പടർന്നതായി ബൈഡന്റെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയിലെ നാഷണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതനുസരിച്ച് പുരുഷന്മാരിൽ നിന്ന് സർവ്വസാധാരണമായി കാണപ്പെടുന്ന രോഗമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ. എന്നിരുന്നാലും രോഗം ബാധിച്ച 99% പുരുഷന്മാരും രോഗമുക്തി നേടുന്നതായും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബൈഡനെ ബാധിച്ച പുരുഷന്മാരിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്താണ്? വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ടിന്റെ കണക്കനുസരിച്ച് ആഗോളതലത്തിൽ പുരുഷന്മാരിൽ ഏറ്റവും സാധാരണമായ രണ്ടാമത്തെ ക്യാൻസറാണിത്. ലങ് ക്യാൻസർ, കൊളോറക്ടൽ ക്യാൻസർ എന്നിവയും പുരുഷന്മാരിൽ സാധാരണയായി കണ്ടുവരാറുണ്ട്. പുരുഷന്റെ പ്രത്യുൽപാദന സിസ്റ്റത്തിന്റെ ഭാഗമായ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിക്കുന്നത്. പുരുഷന്മാരിൽ മൂത്രസഞ്ചിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ചെറിയ ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ്. സെമിനൽ ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുകയും ബീജത്തെ വഹിക്കുകയും ചെയ്യുന്നത് ഈ ഗ്രന്ഥിയാണ്. 60 വയസ്സിന് ശേഷം പ്രായത്തിനനുസരിച്ച് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ അപകട സാധ്യത വർദ്ധിക്കും. ഉയർന്ന കൊഴുപ്പടങ്ങിയ ഭക്ഷണം, പൊണ്ണത്തടി, പുകവലി, ജീവിതശൈലി പ്രശ്നങ്ങൾ എന്നിവ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയിലെ 8 പുരുഷന്മാരിൽ ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ളതായി അമേരിക്കൻ ക്യാൻസർ സൊസൈറ്റിയുടെ കണക്കുകളും വ്യക്തമാക്കുന്നുണ്ട്. ചില പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളുടെ വളർച്ച സാവധാനമായിരിക്കും. ക്യാൻസർ ബാധിച്ചിട്ടുണ്ടെങ്കിലും വർഷങ്ങളോളം രോഗലക്ഷണങ്ങൾ ഒന്നും തന്നെ പ്രകടമാകാത്തവരുമുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്ന ക്യാൻസർ ആദ്യഘട്ടത്തിൽ തന്നെ തിരിച്ചറിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. എന്നാൽ ചില ക്യാൻസറുകൾ വളരെ വേഗം വളർന്ന് പെട്ടെന്ന് തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ജീവന് ഭീഷണിയായി മാറുകയും ചെയ്തേക്കാം. പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ഏറ്റവും സാധാരണമായ ലക്ഷണങ്ങളിൽ ഒന്ന് മൂത്രാശയ ലക്ഷണങ്ങൾ തന്നെയാണ്. അടിക്കടി മൂത്രമൊഴിക്കുക, വെള്ളം കുടിച്ചാൽ ഉടൻ മൂത്രമൊഴിക്കാൻ തോന്നുക, മൂത്രമൊഴിച്ച ശേഷവും മൂത്രസഞ്ചി നിറഞ്ഞതുപോലെയുള്ള തോന്നൽ എന്നിവയെല്ലാം പ്രോസ്റ്റേറ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ്. മൂത്രമൊഴിക്കാൻ പ്രയാസം, മൂത്രമൊഴിക്കുമ്പോൾ വേദനയും അസ്വസ്ഥതയും, മൂത്രത്തിലുള്ള രക്തത്തിന്റെ അംശം, എല്ലുകൾക്ക് വേദന, ശരീരഭാരം കുറയുക, ശീഘ്രസ്ഖലനം എന്നിവയും മറ്റ് ലക്ഷണങ്ങൾ. എന്നാൽ എന്താണ് ഈ ക്യാൻസറിന്റെ കൃത്യമായ കാരണമെന്നത് ഇന്നും അജ്ഞാതമാണ്. പ്രായവും ജീവിതശൈലിയും കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണക്രമവും കാരണങ്ങളായി പഠനങ്ങൾ പറയുന്നു. രോഗം പാരമ്പര്യമായും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രായമായ പുരുഷന്മാരെ മാത്രമല്ല, ചെറുപ്പക്കാരെയും ഇത് ബാധിക്കും. പ്രോസ്റ്റേറ്റ് സ്ക്രീനിംഗ് ടെസ്റ്റുകളാണ് ക്യാൻസർ തിരിച്ചറിയാൻ മികച്ച മാർഗങ്ങളിലൊന്ന്. പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ രക്തപരിശോധനയും ഡിജിറ്റൽ റെക്ടൽ പരിശോധനയും ക്യാൻസർ നേരത്തെ തന്നെ കണ്ടെത്താൻ സഹായിക്കും. 2025 ഇതുവരെ US-ൽ 3,13,000-ലധികം പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസുകളാണ് കണ്ടെത്തിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതും US-ലാണ്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ ബാധിതരുടെ എണ്ണം 2040 നിലവിലെ കേസുകളുടെ ഇരട്ടിയായി വർദ്ധിക്കുമെന്ന് 2024 പുറത്തുവന്ന ഒരു റിപ്പോർട്ട് സൂചിപ്പിച്ചിരുന്നു.